ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ പോയി ഡാൻസ് കളിച്ച് വൈറലായി ഉത്തര. എങ്ങനെ ഉണ്ടായിരുന്നു ആ സദസ്സിൽ പോയപ്പോൾ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആ കിട്ടിയത്. പക്ഷെ എനിക്കായിട്ട് വേണ്ടി ഞാൻ പോയതല്ല, എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ ചെയ്തതാ. പക്ഷെ അത് ഇപ്പൊ എനിക്കും കൂടെ നല്ലൊരു എന്താ പോസിറ്റീവായിട്ടായിരിക്കും. പോസിറ്റീവായിട്ടാണ് വന്നത്. അല്ല, ഈ റിസ്ക് ആണെന്ന് പറഞ്ഞല്ലോ ഈ ഒരു ടൈമിൽ. ഇപ്പൊ എത്രാമത്തെ മാസമായിരുന്നു അത് എടുത്തത്? അത് 7 മന്ത് കഴിഞ്ഞ് 8 മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ആ. ഞാൻ പോയി പെർഫോമൻസ് ചെയ്തത്. എന്റെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന് പോകുന്നതിന് ഏകദേശം ഒരു 4 ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഓ. എനിക്ക് ഫ്ലൂയിഡും ഷുഗറും ഒക്കെ ആയിട്ട് അഡ്മിറ്റ് ആയിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പേരൻസിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് 2 കുട്ടികൾ ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ക്ലാസ്സിന് പോകുന്നു, അവരെ പഠിപ്പിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പം അത്രയും ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും നമ്മൾ ചെയ്തിട്ട് നമ്മളെ മനസ്സിലാക്കാത്തവരും ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. വാശിയുണ്ടായിരുന്നു നല്ല രീതിയിൽ. കാരണം ഇതിനെപ്പറ്റി ഞാൻ പല ആൾക്കാരോട് പറഞ്ഞപ്പോൾ പല ആൾക്കാരും നെഗറ്റീവായിരുന്നു എനിക്കുണ്ടായത്. ഇതിനെപ്പറ്റി പറയുന്ന സമയത്തും ടെലികാസ്റ്റ് ആയതിന് ശേഷം ഒരുപാട് നെഗറ്റീവാണ്. അപ്പൊ ഒരു വാശിയുടെ പുറത്താണ് പോയി ചെയ്തത്. ഈ ഹസ്ബൻഡ് എന്തായിരുന്നു ഇങ്ങനെ ഒരു ആശയം പറഞ്ഞത്? ഹസ്ബൻഡ് ഇതിനെപ്പറ്റി പറഞ്ഞപ്പം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പം പെട്ടെന്ന് കാര്യം പെട്ടെന്ന് തിരിച്ച് മറുപടി കൊടുക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പെട്ടെന്ന് എനിക്ക് കരച്ചിൽ വരും. ഞാൻ അങ്ങനെ മിണ്ടത്തൊന്നുമില്ല. പിന്നെ ലൈഫിൽ നമുക്ക് ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ചേഞ്ച് ആവും ലൈഫിൽ. അപ്പൊ ഇപ്പം ആരെന്ത് പറഞ്ഞാലും ഇതിലെ കൂടെ കേൾക്കുക, ഇതിലെ കൂടെ കേട്ടിറക്കുക. കാരണം കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് നോർമലി സ്റ്റോപ്പ് ചെയ്ത് എത്ര നാൾ പറയും. ഗർഭിണിയായിരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നതാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചായിരുന്നു. ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ പോയി ഡാൻസ് കളിച്ച് വൈറലായി ഉത്തര. വളരെ കാലത്തെ ആഗ്രഹവും എല്ലാം കൊണ്ടും നിറഞ്ഞു നിന്ന ഒരു സദസ്സായിരുന്നു അല്ലേ അത്? എങ്ങനെ ഉണ്ടായിരുന്നു ആ സദസ്സിൽ പോയപ്പോൾ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആ കിട്ടിയത്. മഞ്ജു ചേച്ചിയെ കാണാൻ പറ്റി. പിന്നെ അംബിക മാം ഉണ്ടായിരുന്നു, നസീർക്ക, കാർത്തിക് സൂര്യ. പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് റിസ്ക് ആണ്. എന്നാൽ പോലും ആ റിസ്ക് ഏറ്റെടുത്തിട്ടാണ് ഞാൻ പോയി ചെയ്തത്. അപ്പം ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ആ ഒരു ടൈം. അല്ല, ഈ റിസ്ക് ആണെന്ന് പറഞ്ഞല്ലോ ഈ ഒരു ടൈമിൽ. ഇപ്പൊ എത്രാമത്തെ മാസമായിരുന്നു അത് എടുത്തത്? അത് 7 മന്ത് കഴിഞ്ഞ് 8 മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പോയി പെർഫോമൻസ് ചെയ്തത്. അപ്പം ചിലവർക്ക് അറിയാലോ, ചില ലേഡീസിനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കോംപ്ലിക്കേഷൻ ഉള്ള അതെ, സമയമാണത്. നമുക്ക് പറയാം. പിന്നെ എന്റെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിന് പോകുന്നതിന് ഏകദേശം ഒരു 4 ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എനിക്ക് ഫ്ലൂയിഡും ഷുഗറും ഒക്കെ ആയിട്ട് അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ എന്നിട്ട് ഞാൻ ആ റിസ്ക് ഏറ്റെടുത്ത്, അത്രയും നമുക്കറിയാലോ നമ്മുടെ ബോഡി അത്രയും ഡൗൺ ആയി പോകുന്ന സമയത്ത് പോലും നമ്മൾ ഇതിനു വേണ്ടി ഞാൻ ഡൗൺ ആവാതെ തന്നെ ആക്റ്റീവ് ആയിട്ടിരുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുക ലേഡീസ് എല്ലാം ഈ ഒരു ടൈമിൽ. ഇതിന് ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഒരു തയ്യാറെടുപ്പാണ് വേണ്ടത്. അതെങ്ങനെയാണ് തയ്യാറെടുത്തെന്ന് പറഞ്ഞാല് വാശിയുണ്ടായിരുന്നു നല്ല രീതിയിൽ. കാരണം ഇതിനെപ്പറ്റി ഞാൻ പല ആൾക്കാരോട് പറഞ്ഞപ്പോൾ പല ആൾക്കാരും നെഗറ്റീവായിരുന്നു എനിക്കുണ്ടായത്. ഇതിനെപ്പറ്റി പറയുന്ന സമയത്തും ടെലികാസ്റ്റ് ആയതിന് ശേഷം ഒരുപാട് നെഗറ്റീവാണ്. അപ്പൊ ഒരു വാശിയുടെ പുറത്താണ് പോയി ചെയ്തത്. എന്നെ കൊണ്ട് പറ്റും. കാരണം എല്ലാരെയും കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ കഷ്ടപ്പെടണം, എന്നാലേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരു ജോലിക്കും റിസൾട്ട് കിട്ടത്തില്ല. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എന്നിട്ട് പോലും അതൊക്കെ തരണം ചെയ്ത് നല്ല രീതിയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഈ പ്രാക്ടീസിന്റെ സമയത്ത് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട്? ഒരുപാട് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയായിരുന്നു ആ ഒരു ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പേരൻസിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് 2 കുട്ടികൾ ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പഠിപ്പിച്ചെല്ലാം കൊണ്ടുവന്നേ അവരെ. അപ്പം നമുക്കിപ്പോൾ എന്തിനും പോകണമെങ്കിലും നമുക്ക് ക്യാഷ് ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണല്ലോ ഏത് വർക്കിനും.
അപ്പം അവർക്കതൊരു ബുദ്ധിമുട്ട് വന്നു. പിന്നെ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ തന്നെ കാരണം എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം കാരണം നമ്മൾ ഈ ഒരു ടൈമിൽ കുട്ടികളെ പഠിപ്പിച്ച് കൊണ്ടുവരിക എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ. കാരണം ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ക്ലാസ്സിന് പോകുന്നു, അവരെ പഠിപ്പിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പം അത്രയും ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും നമ്മൾ ചെയ്തിട്ട് നമ്മളെ മനസ്സിലാക്കാത്തവരും ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഞാനത് വിട്ടില്ല. വിട്ട് കളയാതെ തന്നെ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ എൻ്റെ സീനിയർ കുട്ടികളെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. അവരെന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ വന്നു, ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എൻ്റെ ആഗ്രഹം അവിടെ സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടിയായിട്ടല്ല ഞാൻ അവിടെ പെർഫോമൻസ് ചെയ്തത്. ഉം. ഞാൻ സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക്, കാരണം ഞാൻ കുട്ടികളോട് പറയും ഒരുപാട് നല്ല വേദികളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പം അത് എനിക്ക് നിങ്ങളെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമുക്കായിട്ട് ഇപ്പം എല്ലാത്തിനും എല്ലാം ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഒരു സൈഡിൽ നിന്ന് അവരുടെ പേരൻസിൻ്റെ സപ്പോർട്ട്, കുട്ടികളുടെ സപ്പോർട്ട്, നമ്മളും കൂടെ നിന്നാലേ ചെയ്യാൻ പറ്റൂ. അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസും ഒക്കെ വന്ന് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് പേര് കൂടെ നിന്നു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിൻ്റെ നല്ല റിസൾട്ടും എനിക്ക് കിട്ടി. ഇപ്പൊ ഈ ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെ രീതിയിലുള്ള നെഗറ്റീവ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ കേൾക്കാൻ ആരും നെഗറ്റീവ് പറയാറില്ലല്ലോ. ആ. ആരെങ്കിലും പറയോ? ഇപ്പം ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ അല്ല, നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്ത് യൂട്യൂബ് ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കമന്റ്സ് നല്ലതും ഉണ്ട്, ഉം. നെഗറ്റീവും വരും. പക്ഷെ നമ്മളത് നോക്കുന്നില്ല. ഉം. കാരണം വെച്ചാൽ എന്താ പറയാ, ഇപ്പൊ നമ്മളെ കേൾക്കാൻ ആൾക്കാരൊന്നും പറയില്ലല്ലോ. നമ്മളെ കേൾക്കാതല്ലേ എല്ലാരും പറയത്തുള്ളൂ. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോ ഉണ്ടല്ലോ, ഈ ഒരു നെഗറ്റീവ് കേൾക്കുമ്പോൾ ഞാൻ നല്ല ആക്റ്റീവ് ആണ്. കാരണം ഞാൻ ഡള്ളായി താഴോട്ട് പോകത്തില്ല. നെഗറ്റീവ് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് അവരുടെ മുമ്പിൽ നമ്മൾ എന്താണെന്ന് അറിയിക്കണം, കാണിച്ചു കൊടുക്കണം. അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ സാധാരണ നോർമലി എല്ലാവരും എങ്ങനെ നെഗറ്റീവ് കേൾക്കുമ്പോൾ കരച്ചിലും ഉം. സങ്കടം. പക്ഷെ എനിക്ക് നെഗറ്റീവ് എപ്പോഴും ഒരു എനർജി എനിക്ക് തരുന്നത്. പോസിറ്റീവായിട്ടാണ് അതിനെ അതെ കാണുന്നത്. അതെ, നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ അമ്മമാരുണ്ട്. അമ്മമാരായിരിക്കും മക്കള് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. അതെ. ഇപ്പൊ വീട്ടിലെ അമ്മയോട് ആയിരിക്കുമല്ലോ പറഞ്ഞിരിക്കുന്നത്, അമ്മ എന്തൊക്കെയാണെങ്കിൽ ഞാൻ ഒരു ഡാൻസ് കളിക്കാൻ പോവാന്ന് പറഞ്ഞു. ഇപ്പൊ അമ്മയുടെ ഒരു അതിപ്പോ റിയാക്ഷൻ ഈ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ എനിക്ക് മഞ്ജു ചേച്ചി എന്നോട് ഒരു കാര്യം ചോദിച്ചായിരുന്നു, ആ വേദി വെച്ചിട്ട്. ഉം. ഇത്രയ്ക്ക് അമ്മയുണ്ടോ ഉം. എന്നോട് ചോദിച്ചു. അപ്പൊ എനിക്ക് ആ ചോദ്യത്തിൽ എനിക്ക് ആ സമയത്ത് എനിക്കത് കത്തിയില്ല. ഉം. പിന്നാണ് ഞാൻ എന്താ ചേച്ചി ഇങ്ങനെ ചോദിച്ചു, കാരണം എനിക്ക് അന്നേരം എനിക്ക് മനസ്സിലായത്. ഉം. കാരണം അമ്മമാർക്കല്ലേ ഈ ഒരു സ്വന്തം അമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ. അതെ. കാരണം എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയ്ക്കാണ് എൻ്റെ കാര്യങ്ങളും എൻ്റെ ബുദ്ധിമുട്ടുകളും. എനിക്കൊരു പ്രശ്നം വന്നാൽ ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നത് അവർക്കേ വരൂ, അല്ലാതെ വേറെ ആർക്കും അത് വരില്ല. ഇല്ല. അപ്പൊ ഞാൻ അമ്മയോട് ഇത് പറഞ്ഞപ്പം അമ്മ എന്നോട് ഒരിക്കലും നിന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങനൊന്നും അമ്മ പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, മോന് ചെയ്യാൻ പറ്റുമെങ്കിൽ മോൻ നോക്കുക, ഉം. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് അല്ലാതുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പല ആൾക്കാരിൽ നിന്ന്, ഫാമിലിയിൽ നിന്നും ഒക്കെ വന്നപ്പോഴാണ് എൻ്റെ കൂടെ എൻ്റെ അമ്മ നിന്നത്. ഉം. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര എൻ്റെ അമ്മ, കാരണം പോവാനേ പറഞ്ഞിട്ടുള്ളൂ. അമ്മയാണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിലും പോവാനേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എനിക്ക് സിസ്റ്റർ ഉണ്ട്, അവളിപ്പോൾ ബാംഗ്ലൂർ. അവളും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ആ. ഈ ഹസ്ബൻഡ് എന്തായിരുന്നു ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോ പറഞ്ഞത്? ഹസ്ബൻഡ് ഇതിനെ പറ്റി പറഞ്ഞപ്പം ചെയ്യാനെന്നാ പറഞ്ഞത്, നിന്നെ കൊണ്ട് പറ്റും, ഉം. നീ ചെയ്യ്. പിന്നെ ഈ ഒരു സമയത്ത് ടെൻഷൻ അടിക്കരുത് ഉം. എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അത് കൂടുതലേ ഉള്ളായിരുന്നു. ആ. ടെൻഷൻ ആയിരുന്നു മൊത്തം, നല്ല രീതിയിൽ ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഉത്തര എത്ര നാളായി ഈ പ്രാക്ടീസ് തുടങ്ങിയിട്ട്? പ്രാക്ടീസ് ഇപ്പോൾ തുടങ്ങിയിട്ട് 4 മന്ത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ. 4 മന്ത് തൊട്ട്, കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രോഗ്രാം ചെയ്തെന്ന് പറഞ്ഞാൽ 7 മന്ത് ലാസ്റ്റ് 8 മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലായിരുന്നു. അത്രയും നാൾ പ്രാക്ടീസ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കാരണം ആദ്യം ഞാൻ ഒരു ചിരിയിലല്ലായിരുന്നു പെർഫോമൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആദ്യം നമ്മുടെ അമൃത ടി വിക്കകത്ത് നമ്മുടെ ശ്വേതാ മേനോനൊക്കെ ഉള്ള ഡയാനയൊക്കെ ആ. ആ. ആങ്കറിങ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഷോയിലാണ് ഞാൻ പെർഫോമൻസ് ചെയ്യാനിരുന്നത്. ഉം. കാരണം ഫസ്റ്റ് ഡയാന എനിക്കറിയാം, എൻ്റെ ഫ്രണ്ടും കൂടാണ്. ഉം. പുള്ളിക്കാരിയാണ് എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും ഉത്തരയ്ക്ക് കുട്ടികളെ വെച്ചിട്ടൊന്ന് പെർഫോമൻസ് നോക്കിക്കൂടായോ, അങ്ങനെ എന്നോട് ചോദിച്ചു. അപ്പം അങ്ങനെ ഞാൻ എന്നാ പറഞ്ഞ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ചാനലിൽ വെറൈറ്റി വേണം. ഉം. അത് ചാനലിൽ നമ്മൾ കുറ്റം പറയുന്നില്ല, എല്ലാ ചാനലും വെറൈറ്റി വേണം. അതുപോലെ ഞങ്ങളിപ്പോൾ ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യുവാണെങ്കിലും അതിന് വെറൈറ്റി വേണം. അപ്പം എനിക്ക് ഈ ക്ലാസിക്കൽ ചെയ്യുന്ന കുട്ടികളെ വെച്ചിട്ട് എന്ത് വെറൈറ്റി എന്ന് എനിക്ക് അറിയത്തില്ല. ഉം. അപ്പം അതുകൊണ്ട് ഞാൻ വെച്ചെന്നാ, ഞാൻ പ്രഗ്നൻ്റ് ആണല്ലോ, ഈ ഒരു സമയത്ത് എനിക്കും കുറച്ചൊരു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും.
അപ്പൊ ഞാൻ ഹസ്ബൻഡോട് ഇത് പറഞ്ഞു, ഞാൻ ഒന്ന് ചെയ്തോട്ടെ, ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, പറ്റുമോ ചെയ്യാൻ, പറ്റുമെന്നുണ്ടെങ്കിൽ നീ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യ് ഉം. എന്ന ആ ഒരു ഇത് പറഞ്ഞത് കൊണ്ട് ഞാൻ എന്നാ നോക്കാം, പറ്റാത്തതായിട്ടൊന്നും ഇല്ല, ഉം. എല്ലാം ചെയ്യാൻ പറ്റും. നമ്മുടെ മൈൻഡ് അത്രയും നല്ല രീതിയിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉം. അങ്ങനെ ഇത് മുന്നോട്ട് പോയി. ശരിക്കും അതെ. പറഞ്ഞ ആ ഒരു അമൃതയിലുള്ള ആ ഇത് പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അതെ, ഡയാന എന്നോട് പറഞ്ഞതിന് ശേഷമാണ്, എൻ്റെ ഉം. ഫ്രണ്ടാണ്, പുള്ളിക്കാരി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്നാ ചെയ്യാം, കുട്ടികൾക്കും ഇങ്ങനെ ഒരു 2-3 വേദികൾ കൊടുത്താൽ നല്ലതായിരിക്കും, ഫസ്റ്റ് ഒന്ന് നോക്കാം, ട്രൈ ചെയ്യാം. ഉം. കാരണം നമ്മൾ ട്രൈ ചെയ്യുമ്പോഴല്ലേ ഓരോരോന്നിന്റെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഉം. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷെ എനിക്കായിട്ട് വേണ്ടി ഞാൻ പോയതല്ല, എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ ചെയ്തതാ. പക്ഷെ അത് ഇപ്പൊ എനിക്കും കൂടെ നല്ലൊരു എന്താ പോസിറ്റീവായിട്ടായിരിക്കും. പോസിറ്റീവായിട്ടാണ് വന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഈ കുറ്റം പറഞ്ഞ അല്ലെങ്കിൽ മാറിയിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവരിപ്പോഴും അതൊക്കെ തന്നെയായിരിക്കും പറയുന്നത്. അതിലൊരു മാറ്റം കാണത്തില്ലല്ലോ. ഇല്ല. നമ്മളിപ്പോ നമ്മളെ ഇഷ്ടമല്ലാത്തവർക്ക് അറിയാം. നമ്മളെ ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ നന്നാവുന്ന കാണുമ്പോൾ ഉം. പിന്നെ അവരെന്തെങ്കിലും നെഗറ്റീവ് അല്ലേ പറയത്തുള്ളൂ. പക്ഷെ എനിക്ക് ആ നെഗറ്റീവ് എപ്പോഴും നല്ല രീതിയിലാണ് കാരണം അവർ ആ നെഗറ്റീവ് കൊണ്ടാണ് ഉം. സത്യം പറഞ്ഞാൽ എനിക്കിപ്പം ഈ ഒരു വേദി വരെ എത്താൻ പറ്റിയത്. ഇനി നെഗറ്റീവ് പറയുക, ഉം. അത് കേൾക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ എനർജിയോടെ ആയിരിക്കും വരുന്നത്. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ അവരോട്. അല്ല, ഈ നെഗറ്റീവിനെ ഒരു പോസിറ്റീവ് ആക്കി മാറ്റുമ്പോഴത്തേനും ഈ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ഇതുപോലെ ആൾക്കാരുടെ നെഗറ്റീവും കമന്റ്സും ചെറുപ്പം മുതലേ ഉണ്ടായി. കാരണം ചേട്ടാ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പം പെട്ടെന്ന് കരയും. ഉം. പെട്ടെന്ന് തിരിച്ച് മറുപടി കൊടുക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പെട്ടെന്ന് എനിക്ക് കരച്ചിൽ വരും. ഞാൻ അങ്ങനെ മിണ്ടത്തൊന്നുമില്ല. പിന്നെ ലൈഫിൽ നമുക്ക് ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ചേഞ്ച് ആവും ലൈഫിൽ. ഉം. അപ്പൊ ഇപ്പം ആരെന്ത് പറഞ്ഞാലും ഇതിലെ കൂടെ കേൾക്കുക, ഇതിലെ കൂടെ കേട്ടിറക്കുക. കാരണം കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് നോർമലി സ്റ്റോപ്പ് ചെയ്ത് എത്ര നാൾ പറയും. ഉം. കൂടി വന്നാൽ കുറച്ച് നാൾ നമ്മളെ പറ്റി പറയും. 24 മണിക്കൂറും അല്ലെങ്കിൽ 2, 4 അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം നമ്മളെ പറ്റി അവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഉം. കൂടി വന്നോ ചിലപ്പോൾ ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും എൻ്റെ കാര്യം ഇടുമ്പോഴായിരിക്കും അവരെന്തെങ്കിലും പറയുന്നത്. പക്ഷെ എനിക്കത് കുഴപ്പമില്ല. പക്ഷെ നെഗറ്റീവ് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ദൈവമായിട്ട് എനിക്ക് ചിലപ്പോൾ തന്ന ഒരു കഴിവായിരിക്കാം, കുറച്ചുകൂടെ ഒന്ന് എനർജി ആയിട്ട് പോകും. ഈ നെഗറ്റീവ് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു പവറിലാണ് ഞാൻ വരുന്നത്. വരുന്നത്. ഇപ്പൊ വേറെയും ഗർഭിണികളായ സുഹൃത്തുക്കൾ ഉണ്ടാവാം. അവരൊക്കെ ഇതുപോലെ പെർഫോം കണ്ടു കഴിഞ്ഞപ്പോൾ നീ എങ്ങനെ ഇത് ചെയ്തേ, നിനക്ക് എങ്ങനെ ഒരു മനക്കെട്ടി കിട്ടിയെന്ന് ചോദിച്ചില്ലേ? അതെ, സത്യം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവള് രേഷ്മ എന്നാണ് പേര്. അവള് ദുബായിലാണ്. അവളും അവളുടെ ഫാമിലി. അപ്പൊ അവള് ഇത് കണ്ടിട്ട്, ഞങ്ങള് +2 ഒരുമിച്ച് പഠിച്ചതാ. അവളത് കണ്ടിട്ടാണെങ്കിൽ എന്നെ വിളിക്കുകയും എന്നെ കാണാൻ വേണ്ടി ഇവിടെ വരികയൊക്കെ ചെയ്തായിരുന്നു. ഉം. കാരണം അവള് ചോദിച്ചു, നിന്നെ കൊണ്ട് പറ്റിയോ ചെയ്യാൻ ഈ ഒരു സിറ്റുവേഷനിൽ. അതൊക്കെ നമുക്ക് ഭയങ്കര ഇതല്ലേ. കാരണം ചിലവർക്ക് പറ്റും, ചിലവർക്ക് പറ്റത്തില്ല. അത് ഓരോരുത്തരുടെ മൈൻഡ് പോലെ ഇരിക്കും. നമ്മൾ വിചാരിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാം. പല രീതിയിൽ നിന്ന് നെഗറ്റീവ് വന്നാൽ പോലും ഉം. നമ്മൾ അതിനെയെല്ലാം പോസിറ്റീവായിട്ട് എടുത്ത് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഇപ്പൊ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാര് ഈ പ്രസവിക്കാൻ പോണതിന് തൊട്ട് മുമ്പ് വരെ പല പണികളും ചെയ്തിട്ടാ പോണേന്ന് പറയും. അതെ, ഇപ്പൊ വരുമ്പോഴാണ് അത് മാറിയിട്ട് എന്ന് അതെ, തൊട്ടാണ് പ്രഗ്നന്റ് ആവണം അന്ന് തൊട്ട് റെസ്റ്റ് എടുത്ത് കഴിയുന്നത്. അതെ, അതെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പാഠമായിട്ടാണോ ഈ ഒരു ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുത്തത്? അങ്ങനല്ല, അങ്ങനെ വെച്ചാൽ അങ്ങനെയും വേണമെങ്കിൽ പറയാം. ഉം. കാരണം പണ്ട് കാലത്ത് ഈ 24 അവറും പെണ്ണുങ്ങളെ ജോലിയാണ്, വീട്ടുജോലി ചെയ്യുന്നവരാണ്. പക്ഷെ ഇപ്പോഴത്തെ പെൺപിള്ളേരൊന്നും പുറത്തു പോയി ജോലി ചെയ്യുന്നവരാ കൂടുതലും. അപ്പൊ നമുക്ക് നമ്മളൊരു വീട്ടിൽ തന്നെ നിന്നാല് എങ്ങനെയാണ് ലൈഫ് പോകുന്നത്, പുറത്ത് നടക്കുന്ന കാര്യം നമുക്കറിയില്ല. പുറത്തിറങ്ങി നമ്മൾ പല ആൾക്കാരുമായിട്ട് സംസാരിച്ചും അവരുടെ ഇടപെടലിലൂടെയാണ് നമ്മൾ പുറമേ നടക്കുന്ന കാര്യം നമ്മുടെ അനുഭവത്തിൽ നമ്മൾ അറിയുന്നത്. ഉം. അപ്പൊ അങ്ങനെ വരുമ്പം എന്താ പറയാ, ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രഗ്നന്റ് ലേഡി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, മാക്സിമം ആക്റ്റീവ് ആയിട്ടിരിക്കുക. എന്ത് പ്രശ്നം വന്നാലും അതിനൊരു പോസിറ്റീവ് വരും എന്നുള്ള രീതിയിൽ നിൽക്കുക എല്ലാവരും. അല്ലാതെ ചിലവർക്ക് ഹെൽത്തിന്റെ ഇഷ്യൂസ് കാണും, നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതെല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ എൻ്റെ ഡോക്ടറിനോട് ഇതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭവ്യ എന്നാണ് മാമിന്റെ പേര്. ഉം. അപ്പൊ മാമിനോട് ലൈഫ് ലൈനിലാണ് കാണിക്കുന്ന അടൂര്. അപ്പൊ മാമിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മാമ് വരെ എന്നെ സപ്പോർട്ടാ ചെയ്യ്, ഉം. ബാക്കിയുള്ളവർക്ക് കൂടെ അതൊരു നല്ലൊരു ഉപകാരം ആവും, ഉത്തര പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ മാമിനോട് ഞാൻ പറയാതെ പോയായിരുന്നു, ഈ ഉം. ഫ്ലൂയിഡ് കൂടി അഡ്മിറ്റ് ആയതിനു ശേഷം ചിലപ്പോൾ മാം പറ്റില്ല, വേണ്ട
എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സങ്കടമായി പോകും. കാരണം പിന്നെ എന്നെ ഫാമിലിയിൽ നിന്നാണെങ്കിലും വിടില്ല. ഉം. അപ്പോൾ അപ്പം അങ്ങനത്തെ ഒരു ടെൻഷൻ എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. കാരണം ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഡെലിവറി സംഭവിക്കാം. ആ ഒരു ടൈം ആയിരുന്നു അന്നേരം. ആ. ഫ്ലൂയിഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഷുഗറും ഉണ്ട്. അപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിട്ട് പോലും എനിക്കൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ്. പിന്നെ കുഞ്ഞിനോടും പറയും എനിക്ക് ചെയ്യണം, നല്ല ആഗ്രഹമുണ്ട് അമ്മയ്ക്ക്. അപ്പം കുഞ്ഞിന്റെ സപ്പോർട്ടും കിട്ടി. ഉം. അങ്ങനെ അതങ്ങോട്ട് ഉം. ഭംഗിയായിട്ട് നിറവേറ്റാൻ സാധിച്ചു. ഇപ്പൊ സീരിയലും ചെയ്യുന്നുണ്ടായിരുന്നു ഇതിന്റെ ആ ഇടയ്ക്കല്ലേ? അതെ അതെ. ഇനിയിപ്പോ ശരി. അത് ഈ പ്രഗ്നന്റ് ആയപ്പോഴാണ് നിർത്തിയത്? പ്രഗ്നന്റ് ആയപ്പോഴല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു 1 ഇയർ ആവുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു സീരിയൽ ചെയ്യുന്നുണ്ടായി, സുന്ദരി എന്ന് പറഞ്ഞ സീരിയൽ. അപ്പൊ അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സും കണ്ടിന്യൂ ക്യാരക്ടറൊന്നും അല്ലായിരുന്നു അത്. ഉം. അപ്പൊ ആദ്യം കണ്ടിന്യൂ അല്ലെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പോയത് എൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ക്യാമറയുടെ അടുത്ത് നിൽക്കണം, എങ്ങനെയൊക്കെയാണ്. കാരണം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ പല ആൾക്കാർ ചോദിക്കും മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡോട് പറഞ്ഞു ഒന്ന് പോയി നോക്കാം, ഒരു വർക്ക് വന്നിട്ടുണ്ട്, കണ്ടിന്യൂ അല്ല, ഉം. എൻ്റെ ക്ലാസ് നടക്കും ഇതും നടക്കും, ജസ്റ്റ് നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് കണ്ടിന്യൂ ക്യാരക്ടറായി. ഉം. കണ്ടിന്യൂ ആയപ്പോഴത്തേക്കും സാധാരണ എല്ലാവർക്കും അതാണ് ആവശ്യം, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഡാൻസ് സ്കൂളും ഉണ്ട്, ഉം. ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടിന്യൂ നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോഴത്തേക്ക് എനിക്കിതെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഓ. പിന്നെ അതിനുശേഷം പിന്നെ വർക്ക് വന്നായിരുന്നു. ഉം. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയി. പ്രഗ്നന്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ആ. അപ്പൊ ഇനി ഇതിനെല്ലാം ശേഷം റീസ്റ്റാർട്ട് ചെയ്യണം, തുടങ്ങണം എന്നും പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. മോനാണെങ്കിലും മോളാണെങ്കിലും പേര് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ആള് വരട്ടെ. ഉം. ഇത് എന്നോട് ചോദിച്ചായിരുന്നു, ആ വേദി വെച്ച് അവര് ചോദിച്ചു പേര് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോന്ന്. മഞ്ജു ചേച്ചി എന്നോട് ചോദിച്ചായിരുന്നു. ഞങ്ങൾ കണ്ടുവച്ചിട്ടില്ല. ആള് വരട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഒക്കെയാണ്. എന്താണ് ഇനി ഒരു ഭാവിയിലേക്കൊരു ആഗ്രഹം എന്താണ്? ആഗ്രഹം എന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ പോവാ. ഉം. എന്താ പറയാ, ഇപ്പൊ നെഗറ്റീവ് പറയുന്നവരുടെ കൂടെ കാര്യം പറയാ, നെഗറ്റീവ് പറയുക. ആ നെഗറ്റീവ് എനിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട്, സന്തോഷമാണ് തരുന്നത്. കാരണം നെഗറ്റീവ് പറയുമ്പോൾ നേരത്തെയൊക്കെ വിഷമിക്കുന്ന ഒരാളായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. നെഗറ്റീവ് കേൾക്കുമ്പോൾ എനിക്കൊരു എനർജി കിട്ടുന്നുണ്ട്, ഒരു പോസിറ്റീവ്. ഒരു നെഗറ്റീവ് ഒരു സ്ഥലത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് വരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ആ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവിധ ഭാവങ്ങളും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.